അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ എല്ലാ ബറക്കത്തും ഐശ്വര്യവും റമളാൻ അനുകൂലമായി സാക്ഷി പറഞ്ഞ് സ്വർഗ്ഗപ്രവേശനം നമുക്കെല്ലാം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന ദുആയിൽ ഞങ്ങൾ പ്രത്യേകം ഓർക്കണം ചേർക്കണമെന്ന് ഇന്നത്തെ പകലിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെ പ്രയാസം അല്ലാഹു മാറ്റട്ടെ, സന്തോഷം നൽകട്ടെ, നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ, എല്ലാ മുഅ്മിനീകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, പൊരിശാക്കപ്പെട്ട ലൈലത്തുൽ ഖദ്ർ ഈ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന റമളാനിൻ്റെ 27-ാം രാവ്, അതിൻ്റെ സജീവമായ അമലുകളൊക്കെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്തു. അല്ലാഹു ഇനി ഇതിന് 100% കബൂലിയത്ത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 27-ാം രാവൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മിൽ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ പ്രധാനപ്പെട്ട ഒരു അമലായി കൃത്യമായി അതിൻ്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരുക്കമാണ് പരിശുദ്ധമായ പെരുന്നാളിൻ്റെ അന്ന് ഫിത്ർ സക്കാത്ത് നൽകാനുള്ള അരി അത് കൃത്യമാക്കുക എന്ന് പറയുന്നത്. ഫിത്രയുടെ അരി വാങ്ങുന്ന ഒരു തിരക്കിലേക്ക് ഏകദേശം നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിത്ർ സക്കാത്ത് എന്താണ്, ഇസ്ലാമിൽ അതിൻ്റെ മൂല്യം എന്താണ്, ഫിത്ർ സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത്, ആർക്ക് കൊടുക്കണം, എത്ര കൊടുക്കണം, എന്ത് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട അമലാണ്. കാരണം ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് മഹാന്മാർ പറഞ്ഞതുപോലെ നിസ്കാരത്തിൻ്റെ സഹുവിൻ്റെ സുജൂദിൻ്റെ സ്ഥാനത്താണ്. അതായത് നിസ്കാരത്തിൽ എന്തെങ്കിലും കുറവുകൾ പോരായ്മ സംഭവിച്ചാൽ സഹുവിൻ്റെ സുജൂദ് ചെയ്തിട്ട് ആ മൈനസിനെ നമ്മൾ പരിഹരിക്കുമല്ലോ, ജബർ ചെയ്യും എന്ന് പറയും പോലെ നമ്മുടെ നോമ്പിൽ വന്നിട്ടുള്ള എമ്പാടും പോരായ്മ ഉണ്ടെന്ന് ഉറപ്പാണ്. നോമ്പ് പിടിച്ചോ പോരായ്മ വരും. ആ പോരായ്മയെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്. അതുമാത്രവുമല്ല, ഇന്ന സൗമ റമളാന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റമളാനിൻ്റെ നോമ്പ് മുഅല്ലഖുൻ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ റമളാൻ നോമ്പിൻ്റെ കൂലി അതിൻ്റെ മെസ്സേജ് പോകാതെ ഇങ്ങനെ ഫെയിലായി കിടക്കും. എപ്പോഴാണ് മെസ്സേജ് പോകുന്നതെന്നറിയോ? നമ്മൾ റീചാർജ് ചെയ്യണം. ഏതാ റീചാർജ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹത്താ യുഅദ്ദ സ്വദഖത്തുൽ ഫിത്ർ, സ്വദഖത്തുൽ ഫിത്ർ സക്കാത്ത് ഒരാൾ കൊടുക്കുന്നവരെ അതവിടെ കിടക്കും, നോമ്പിൻ്റെ കൂലി കിട്ടൂല. ഫിത്ർ സക്കാത്ത് കൊടുത്ത് വീട്ടിലോടുകൂടെ കൂലി അല്ലാഹുവിലേക്ക് ഉയർന്നു പോകും. അത്ര വലിയ അമല. മാത്രമല്ല, ഒരു വിശ്വാസി ഫിത്ർ സക്കാത്തിൻ്റെ അരിയുമായി അത് അവകാശികളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവൻ്റെ ഓരോ ചവിട്ടടിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സമുന്നതമായ കൂലിയാണ് രേഖപ്പെടുത്തുന്നത് എന്ന് ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ പരിശുദ്ധമായ ഫിത്ർ സക്കാത്ത് നമ്മൾ നൽകേണ്ട രൂപം, അത് എപ്പോൾ കൊടുക്കണം, എന്താണ് നൽകേണ്ടത്, അതിൻ്റെ അളവ് എത്രയാണ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹ്രസ്വമായ പഠനം നമുക്ക് നോക്കാം. ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് അത് ആർക്കാണ് നിർബന്ധമാകുന്നത്, ആർക്കാണ് അതിൻ്റെ ബാധ്യത വരുന്നത്? പെരുന്നാളിൻ്റെ ദിവസത്തിൻ്റെ അന്ന് അവൻ്റെയും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായി അവൻ്റെ കൂടെ ആശ്രിതനായി കഴിയുന്ന ആരൊക്കെയുണ്ട് അവരുടെ എല്ലാം ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇത് മുഴുവൻ ഇത്രയും സംഗതികളെല്ലാം കഴിച്ച് അവൻ്റെ കടബാധ്യതകൾ ഇതെല്ലാം കഴിച്ചിട്ട് അവൻ്റെ കയ്യിൽ ബാലൻസ് പരിശുദ്ധമായി ഫിത്ർ സക്കാത്തിൻ്റെ അതിൻ്റെ അരി വാങ്ങിക്കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവൻ്റെ മേൽ നിർബന്ധമായ ബാധ്യതയായി വന്നു ഫിത്ർ സക്കാത്ത്. അവർക്കാണ് ഇത് നിർബന്ധമാകുന്നത്. ഇനി ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് എന്താ നമ്മൾ കൊടുക്കേണ്ടത്, എന്ത് കൊടുക്കണം? അത് ഖൂത്തുൽ ബലദാൻ, ഓരോ നാട്ടിൻ്റെയും മുഖ്യ ആഹാരമാണ് ഫിത്ർ സക്കാത്തിൻ്റെ ഫറലായിട്ട് നമ്മൾ നൽകേണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അരിയാണ് മുഖ്യ ആഹാരം. അപ്പോൾ അരി നമുക്ക് ഫിത്ർ സക്കാത്ത് ആയി കൊടുക്കാം, അതാണ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ഇത് കൊടുക്കുമ്പോൾ ഏത് അരിയാണ് കൊടുക്കേണ്ടത്, അത് എങ്ങനെയാണ് സക്കാത്ത് നൽകപ്പെടുന്ന അല്ലെങ്കിൽ നൽകുന്ന വസ്തു എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ടോപ്പായ സംഗതിയാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിവ് പോലെ ഏറ്റവും നല്ല അരി വാങ്ങിയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അരിയാണ് കൊടുക്കേണ്ടത്, മനസ്സിലായി. ഇനി ഇത് എത്രയാണ് കൊടുക്കേണ്ടത്, അളവ് എത്രയാകണം? ഒരാളുടെ ഫിത്ർ സക്കാത്തിൻ്റെ അളവ് എത്രയാണ്? അതിന് ശർഈയായി നമ്മൾ അളവ് പറഞ്ഞാൽ 4 മുദ്, ഒരു സാഅ എന്ന് പറയും. ഒരു സാഅ അരിയുടെ അളവാണ് നമ്മൾ നൽകേണ്ടത്. ഇവിടെ പ്രശ്നങ്ങൾ പഴയകാലം മുതൽക്കേ ഈ സംശയം നിലനിൽക്കുന്നൊരു ഭാഗമാണ്. അതായത് ഫിത്ർ സക്കാത്തിൻ്റെ അരി 2.5 കിലോയാണോ കൊടുക്കേണ്ടത്, 2.600 ആണോ, 2.750 ആണോ? ഈ സംശയം തർക്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഫിത്ർ സക്കാത്തിൻ്റെ അരി എന്ന് പറയുന്നത് കേവലം എന്തല്ല, തൂക്കമല്ല, പിന്നെ അതൊരു അളവാണ്. അപ്പോൾ നമുക്ക് സുലഭമായി വാങ്ങാൻ കിട്ടുന്ന ഔദ്യോഗികമായ ഉലമാക്കൾ അതിനെ ശരിവച്ചിട്ടുള്ള ഇമാം ശാരിയാത്തി തങ്ങളെ പോലുള്ളവരൊക്കെ സപ്പോർട്ടുള്ള
പിന്നെ പറയേണ്ടതില്ലല്ലോ. മുദ്ദുപാത്രം നമ്മുടെ വിപണിയിലൊക്കെ പ്രത്യേകിച്ച് ഈ ഇസ്ലാമിക് ബുക്ക് സ്റ്റാളിലൊക്കെ വാങ്ങാനൊക്കെ കിട്ടും. അത് നിർബന്ധമായിട്ട് സംഘടിപ്പിച്ച് വെക്കണം. കാരണം ആ മുദ്ദുപാത്രത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ഫിദിയുടെ അരി, ഇപ്പോൾ നോമ്പ് പിടിക്കാൻ പറ്റാത്ത അരി ഫിദിയായി കൊടുക്കേണ്ട രോഗികൾക്കുണ്ടല്ലോ. അപ്പോൾ ഒരു മുദ്ദരിയാണ് ഒരു നോമ്പിന് കൊടുക്കേണ്ടത്. നമ്മൾ എങ്ങനെ അളക്കും? ഒന്നുകിൽ നമ്മൾ കണക്ക് നോക്കാതെ പിന്നെ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, അങ്ങനെ കണക്ക് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ മുദ്ദുപാത്രത്തിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ കയ്യിൽ വേണം ഇതെല്ലാം. അപ്പോൾ അത് സംഘടിപ്പിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ ഉള്ളവർക്ക് അൽഹംദുലില്ലാഹ് ഉപയോഗപ്പെടുത്താം. ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ മുദ്ദുപാത്രത്തിൽ 4 തവണ എടുക്കുന്ന അളവ് 4 മുദ്ദ്, അതാണ് ഒരു സാഴ്. ഒരാൾ ഫിത്ർ സക്കാത്ത്. അത് ഓരോ അരിയുടെയും തൂക്കം വ്യത്യാസം വരും. കാരണം ഒരു പാത്രത്തിൽ നമ്മൾ ഇടുന്ന വസ്തുവിൻ്റെ അതിങ്ങനെ ഫില്ലായി, അപ്പോൾ ആ വസ്തുവിൻ്റെ തൂക്കം അനുസരിച്ച് ആ വസ്തു തൂക്കി നോക്കി. അങ്ങനെയാണ്. ഇനി കുറച്ച് തൂക്കം കുറഞ്ഞ സംഗതിയാണ്, അത് നിറച്ചിട്ടു തൂക്കി നോക്കി, അതിൻ്റെ തൂക്കം വ്യത്യാസം ഉണ്ടാവും. അളവ് പാത്രത്തിൽ കൊള്ളുന്ന സംഗതി അതിൻ്റെ ഫുള്ളുണ്ട്, പക്ഷെ തൂക്കത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് ഓരോ അരികൾക്കും പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ 1-2 സൈസ് ഉണ്ട്, ഇപ്പോൾ ഒരുപാട് സൈസ് അരികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കിലോ കണക്കിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇപ്പോൾ 2600, 650, 700, 750 അങ്ങനെയൊക്കെ തൂക്കം വരുന്ന അരികൾ വരുന്നുണ്ട്. നമ്മൾ തൂക്കി കൃത്യമായിട്ട് കാൽക്കുലേറ്റ് നോക്കുമ്പോൾ അപ്പോൾ അളവിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ, അതായത് കൂടിയാലും കുറയില്ല എന്നുള്ള നിലക്കാണെങ്കിൽ, ഇപ്പോൾ ഞാനൊക്കെ സാധാരണ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടുകാരുടെയൊക്കെ കൊടുക്കുന്നത് 3 കിലോയാണ്. 3 കിലോ അരി ഏകദേശം നമ്മൾ ഏതരി നോക്കിയാലും 3 കിലോയുടെ മുകളിലേക്ക് പോകുന്നില്ല. അത് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ കുറഞ്ഞാൽ കുഴപ്പമാണ്. 2.5 എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്ന ചില അവസ്ഥകൾ കാണാം. അത് ആ അളവിൽ നിൽക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ആളുകൾ അവരവരുടെ സൗകര്യത്തിന് കിട്ടുന്ന അരിയാകുമ്പോൾ അവിടെ വ്യത്യാസം വരും. അപ്പോൾ ഒരു 3 ആകുമ്പോൾ കുഴപ്പമില്ല എന്ന് കരുതി 3 നിർബന്ധമാണെന്ന് പറഞ്ഞു എന്ന് പറയരുത്. അളവ് കൃത്യമാകണം. നമ്മുടെ ഒന്നും കുറയാൻ പാടില്ല, പോയിന്റ് പോലും. ആ ഒരു കണക്കനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇനി ഫിത്ർ സക്കാത്ത് ആർക്കാണ് കൊടുക്കേണ്ടത്? അത് കൃത്യമായ അവകാശികളിലേക്ക് ഫിത്ർ സക്കാത്ത് പോയില്ലെങ്കിൽ ഫിത്ർ സക്കാത്ത് സക്കാത്തായിട്ട് വീടില്ല, അത് കടമായിട്ട് കിടക്കും. അതിൻ്റെ യാതൊരു ബെനിഫിറ്റും നമ്മുടെ നോമ്പിനും കിട്ടില്ല. അപ്പോൾ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ട് കുടുംബക്കാർ കൈമാറുന്നുണ്ട്, അയൽപക്കം കൈമാറുന്നുണ്ട്, ആ ഒരു സർവ്വസാധാരണ ശൈലി കാണുന്നുണ്ട്. അവകാശികൾ അർഹരാണെങ്കിൽ കൊടുക്കാം, അർഹരാണെങ്കിൽ കുടുംബക്കാർ ആദ്യം പരിഗണിക്കണം, അയൽവാസികൾ ആദ്യം പരിഗണിക്കണം. ഏറ്റവും നല്ല അമലാണ്, ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷെ അവകാശികളല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ നിന്ന് സാധനം പോയാൽ മതി എന്നുള്ള ധാരണയാണെങ്കിൽ സക്കാത്ത് ബാത്തിലായി പോകും. അപ്പോൾ 8 അവകാശികളെക്കുറിച്ച് ഫക്കീർ, അതായത് ഒന്നുമില്ലാത്ത ദരിദ്രന്മാർ സർവ്വസാധാരണമായി വളരെ കുറവാണ്. പിന്നെ മിസ്കീൻ, അതായത് ജീവിതത്തിൻ്റെ 2 അറ്റവും മുട്ടിക്കാൻ വേണ്ടി അവർക്ക് കിട്ടുന്ന ശമ്പളവും വേതനവും അത് പക്ഷേ അവരുടെ മക്കളും കുടുംബവും അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നില്ല. അതായത് 10 രൂപ വേണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിൽ ഒരു 5 രൂപ അല്ലെങ്കിൽ 6 രൂപ 7 രൂപയ്ക്കേ ഉള്ളൂ. അത് ക്രൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സാധുക്കളുണ്ടല്ലോ, അവരാണ് മിസ്കീന്മാർ. അവർക്ക് ഇനി സക്കാത്തിൻ്റെ ജീവനക്കാരായി ഇസ്ലാമിക ഗവൺമെൻറ്റിൽ, ഇവിടെയല്ല, ഇസ്ലാമിക ഗവൺമെൻറ്റിൽ സക്കാത്തിൻ്റെ പണിയെടുക്കുന്നവരായി അവിടുത്തെ രാജാവ്, ഇസ്ലാമിക ഗവൺമെൻറ്റിലുള്ള പിന്നെ അതിൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ ഇസ്ലാമിക ഗവൺമെൻറ്റിൻ്റെ രാജാക്കന്മാർ ഏൽപ്പിക്കുന്ന ജീവനക്കാർ, അതേതായാലും നമ്മുടെ നാട്ടിലില്ല. ഇനി ഇവിടെ ഉള്ളത് പുതുതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ. അവർക്കൊരു പക്ഷേ കുടുംബം വിട്ടിട്ടുണ്ടാവും, അവർ ഒരു പക്ഷേ പിന്നെ അവരുടെ നിലവിലുള്ള വരുമാനമൊക്കെ അസ്തമിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ പുതു ഇസ്ലാമിലേക്ക് കയറി വന്ന ആളുകൾക്ക് നമ്മൾ സക്കാത്ത് പരിഗണിച്ചു കൊടുക്കണം. അതേപോലെ 5-മത്തെ ഒരു കാര്യം, മോചനപത്രം എഴുതപ്പെട്ട അടിമകൾ, അതേതായിരുന്നാലും നമ്മുടെ നാട്ടിലില്ല, അതും എണ്ണത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇനി 6-മത്തെ ഒരു കാര്യം, വലിയ കടം വന്നിട്ട് കടക്കാരായി പ്രയാസപ്പെടുന്ന ആളുകൾ, അവരെയും സക്കാത്തിൻ്റെ കൂട്ടക്കാരെ എണ്ണുന്നുണ്ട്. 7-മത്തെ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾ, അതായത് ഇസ്ലാമിക ഗവൺമെൻറ്റിൽ ഉള്ള സംവിധാനമാണ്, നമ്മുടെ നാട്ടിലില്ല. ഇനി 8-മത്തെ ഒരു കാര്യം, ഹലാലായ യാത്രക്കാരൻ, ഹലാലായി യാത്ര പോകുന്നുണ്ട്, ഇവിടുന്ന് പോകാൻ അല്ലെങ്കിൽ നാട് വിട്ട് കടന്ന് പോകുന്നുണ്ട്, അവർക്കും സക്കാത്തിൻ്റെ അവകാശം. അപ്പോൾ യാത്രക്കാർ ഒരു പക്ഷേ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫക്കീർ വരുന്നുണ്ട്, മിസ്കിൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ പുതുവിശ്വാസി വരുന്നുണ്ട്, ഈ കടക്കാർ വരുന്നുണ്ട്. അങ്ങനെ 8 വിഭാഗവും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതല്ലാത്ത വിഭാഗത്തിൽ നമ്മുടെ നാട്ടിലുള്ളവരെ പരിഗണിക്കണം. അതിൽ കുടുംബക്കാർ ആദ്യം പരിഗണിക്കണം, അയൽവാസികൾ ആദ്യം പരിഗണിക്കണം, എന്നിട്ട് നാട്ടിലുള്ള മറ്റുള്ളവരെ പരിഗണിക്കണം. നാട്ടിൽ ആരുമില്ല എന്ന് കാണുമ്പോഴാണ് അടുത്ത നാട്ടിലേക്ക് നീക്കാൻ പാടുള്ളൂ. ഫിത്ർ സക്കാത്തായിട്ട് ഇങ്ങനെ പല സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന ശൈലി പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ തന്നെയാണ് നമ്മൾ അത് വിതരണം ചെയ്യേണ്ടത് എന്ന വസ്തുത കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സക്കാത്ത്
നമ്മൾ ആർക്കാണോ കൊടുക്കേണ്ടത് അവരെക്കുറിച്ചാണ് പറഞ്ഞത്, ആ ആളുകൾക്ക് കൃത്യമായിട്ട് ഇത് കൈകാര്യം ചെയ്യണം. അതിൽ നമുക്ക് പാളിച്ചകൾ വരാൻ പാടില്ല. ഇനി എങ്ങനെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ഏറ്റവും അഫ്ളലായ രീതി എന്ന് പറയുന്നത് അവനവൻ സ്വന്തം കൈകാര്യം ചെയ്യലാണ്. ഇപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ ആശ്രിതയുടെ ഫിത്ർ സക്കാത്ത് ഞാൻ തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ, കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് ഏറ്റവും അഫ്ളലായ രീതിയാണ്. ഇനി എനിക്ക് വക്കാലത്തൊരു വ്യക്തിയെ ഏൽപ്പിക്കാം. എവിടെയെങ്കിലും ആരുടെയെങ്കിലും നമുക്ക് കമ്മിറ്റി കൊണ്ടുപോയി ഏൽപ്പിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെ വക്കാലത്ത് ഏൽപ്പിക്കാം, വീട്ടിലുള്ളവരെ ഏൽപ്പിക്കാം, മറ്റുള്ളവരെ ഏൽപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം, അത് സ്വീകരിക്കുക. അങ്ങനെ നമ്മൾ നിയ്യത്ത് കൃത്യമാക്കുക, അല്ലെങ്കിൽ നിയ്യത്ത് ചെയ്യാൻ അവരെ ഏൽപ്പിക്കുക, കൈകാര്യം ചെയ്യാം, അങ്ങനെ ഏൽപ്പിക്കാം. ഏറ്റവും നല്ലത് പിന്നെ ഇമാമ് ഇസ്ലാമിക ഗവൺമെൻറ്റുള്ള സ്ഥലത്ത് ഇമാമിന് അതിനുള്ള അധികാരമുണ്ട്. ഇമാമിന് അത് കൊടുക്കാവുന്ന, ഇമാമിനെ ഏൽപ്പിച്ചാൽ മതി, കൈകാര്യം ചെയ്തോളും. നമ്മുടെ നാട്ടിൽ അത് പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും അഫ്ളലായ രീതി, ഏറ്റവും പുണ്യം കിട്ടുന്ന രീതി അവനവൻ സ്വന്തം ചെയ്യല. ഫിത്ർ സക്കാത്തിന് വേണ്ടി അത് കൊടുക്കാൻ വേണ്ടി നടന്നു പോകുന്ന മനുഷ്യരെ കുറിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ പറ്റും. ഒരു വിശ്വാസി ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി അതുമായി നടന്നു നീങ്ങുമ്പോൾ മൻ മശാ ബി സദഖത്തിൽ ഫിത്രി ഇലാ ഫഖീരിൻ ദീ അയാലിൻ, അതായത് അവകാശികളിലേക്ക് ഫിത്ർ സക്കാത്തുമായി ഒരാൾ നടന്നു നീങ്ങിയാൽ കുതിബ ലഹു ബികുല്ലി ഖദമിൻ അൽഫി ദറജ, ഓരോ ചവിട്ടടിക്കും അള്ളാഹു 10 ലക്ഷം നന്മ. അപ്പോൾ ഒരു 10 ചവിട്ടടി വെച്ചെന്ന് ആലോചിച്ച് നോക്കി, ഒരു ചവിട്ടടിക്ക് 10 ലക്ഷം ഫിത്ർ സക്കാത്തുമായി പോകുമ്പോൾ. ഇനിയിപ്പോൾ വാഹനത്തിൽ പോയാലും ആ പോകുന്ന വഴിയുടെയൊക്കെ ഓരോ അനക്കങ്ങൾക്കും അള്ളാഹു കൂലി നൽകും. ഭയങ്കര കൂലി കിട്ടുന്ന, പിന്നെ നമ്മുടെ നോമ്പാകാനുള്ള, നോമ്പ് സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു അമലല്ലേ, ഫർളല്ലേ, കഴിയിൻ്റെ പരമാവധി നമ്മൾ തന്നെ ചെയ്യാം. അത് ശ്രദ്ധിച്ചു കൊടുക്കുക. ആ കാര്യത്തിൽ നമുക്ക് വീഴ്ചകൾ വരാൻ പാടില്ല. ഇനി എപ്പോൾ കൊടുക്കണം എന്നുള്ളതാണ്. ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് നമുക്ക് റമദാൻ 1 മുതൽ കൊടുക്കാം, അതിൻ്റെ സമയം പ്രവേശിക്കും. പക്ഷേ ഒരാൾക്കത് നിർബന്ധ ബാധ്യതയായി വരുന്നത്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായി കയറി വരുന്നത് പെരുന്നാളിൻ്റെ പിറ കണ്ടത് മുതൽ. ഓക്കെ, പെരുന്നാളിൻ്റെ പിറ കണ്ടു, റമദാനിൻ്റെ അവസാനത്തെ നോമ്പുതുറ തീർന്നു, പെരുന്നാളിൻ്റെ പിറയിലേക്ക് കടന്നു. ആ രാവ് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഏറ്റവും അഫ്ളലായ സമയം എന്ന് പറയുന്നത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി കൊടുത്തു വീട്ടിലാണ്. കാരണമൊന്നുമില്ലാതെ പെരുന്നാൾ നിസ്കാരം വിട്ടിട്ട് പിന്തിപ്പിക്കുക, അത് കറാഹത്താണ്. ഇനി അയൽവാസി അല്ലെങ്കിൽ കുടുംബക്കാരൻ അവർ പിന്നെ അവിടെ ഇല്ല, അവർ വന്നു ചേരാനുണ്ട്, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, എന്നാൽ കുഴപ്പമില്ല. അത് നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കുക. ഇനി കാരണങ്ങളൊന്നുമില്ലാതെ നമ്മൾ പിന്തിപ്പിക്കുന്ന അവസ്ഥ, അതും പരിശുദ്ധമായ പെരുന്നാളിൻ്റെ മഗ്‌രിബിന് ശേഷം, പെരുന്നാളിൻ്റെ അന്ന് മഗ്‌രിബോടുകൂടെ സമയം കഴിഞ്ഞു, അദാഇൻ്റെ സമയം കഴിഞ്ഞു, പിന്നെ പിന്തിപ്പിക്കുക ഹറാമാണ്. സമയം വിട്ട് പിന്തിപ്പിക്കുക ഹറാമാണ്. എന്നാലും അത് ഖളാ വീട്ടണം. കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത കൊല്ലത്തേക്ക് ആകാൻ പറ്റില്ല, നമ്മൾ ഖളാ വീട്ടണം. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് തന്നെ കൈകാര്യം ചെയ്യലാണ് ഏറ്റവും നല്ലത്. പിന്നെ അത്യാവശ്യം അവകാശികൾക്ക് കൊടുക്കാൻ വേണ്ടി, അവർ വന്നെത്താൻ വേണ്ടി, കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പക്ഷേ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം വിട്ട് പിന്തിപ്പിക്കാം എന്നുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുള്ളത്. പിന്നെ കൂടുതൽ വരുന്ന പ്രശ്നം പ്രവാസികളായ ആളുകൾ, അവരെവിടെ കൊടുക്കുക എന്നാണ്. നമ്മൾ ഈ പരിശുദ്ധമായ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്ന പെരുന്നാളിൻ്റെ പിറ കണ്ട സമയത്ത് നമ്മൾ എവിടെയുള്ളത്? ഏത് നാട്ടിലെ യാത്രയാകട്ടെ, എന്തോ ആയിക്കോട്ടെ, ആ നാട്ടിലാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. ആ നാട്ടിൽ അവകാശം അടുത്ത നാട്ടിലേക്ക് കൊടുക്കുക. അവിടെയൊന്നും കൊടുക്കാനും അങ്ങനെയുള്ള സൗകര്യം അല്ലെങ്കിൽ സംവിധാനം ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കൊടുക്കാം. അത് ചുമ്മാ നമ്മുടെ ഭാര്യ കുടുംബക്കാർ വാങ്ങിയിട്ട് കൊടുത്താൽ പോരാ, പിന്നെ നമ്മൾ വക്കാലത്ത് ഏൽപ്പിക്കണം, നമ്മൾ അവരെ ഏൽപ്പിക്കണം. നമ്മുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് ഏൽപ്പിക്കണം, അങ്ങനെ ഏൽക്കണം, അങ്ങനെ കൊടുക്കണം. അത് ഓരോരുത്തരും ഉള്ള നാട്ടിലാണ് ഏറ്റവും വേണ്ടത്, പരിഗണിക്കേണ്ടത്. പലരും ചോദിച്ചു, ഉസ്താദെ ക്യാഷ് കൊടുത്താൽ പോരെ, അരി അവിടെ നിന്നുണ്ട് ഇവിടെ നിന്നുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അരി തന്നെ കൊടുക്കാനാണ്. ഷഫീ മദ്ഹബിൽ അരി തന്നെയാണ് കൊടുക്കേണ്ടത് എന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കുക, ക്യാഷ് പറ്റൂല. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവർ, പലരും ചോദിക്കും, ഉസ്താദെ ബിരിയാണിയുടെ അരി വാങ്ങി കൊടുത്താൽ കുഴപ്പമുണ്ട്? ഒരു കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ കഴിക്കുന്ന പിന്നെ ഭക്ഷണമാണ്, അരിയാണ്, അത് വാങ്ങിക്കൊടുക്കാവുന്നതാണ്. റേഷൻ അരി പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് കൊടുക്കാവുന്നതാണ്, അതിലൊന്നും വിരോധമില്ല. പക്ഷേ സക്കാത്ത് കൊടുക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി, മാക്സിമം ഏറ്റവും നല്ലത്, അങ്ങനെയാണല്ലോ വേണ്ടത്. അള്ളാഹു നമുക്ക് ഒരുപാട് കൂലി തരാൻ പോകുന്ന, നോമ്പ് പോലും കബൂലാക്കാൻ പോകുന്ന അമലല്ലേ. അപ്പോൾ കുറച്ച് മൊഞ്ചായിട്ടിരിക്കട്ടെ, ഏറ്റവും നല്ല അരി വാങ്ങിയിട്ട് നമ്മൾ പരമാവധി കൊടുക്കാൻ വേണ്ടി നോക്കണം. പലരും ചോദിച്ചു, ഞങ്ങൾക്ക് കിട്ടുന്ന അരി, അങ്ങനെ ഉണ്ടാവില്ല ചില ആൾ, ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് അരി, ഫിദിയുടെ അരി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫിത്ർ സക്കാത്തിന്, അത് പിന്നെ കൊടുക്കാൻ പറ്റും. കാരണം കിട്ടലോടുകൂടെ അതിൻ്റെ മിൽക്കിയത്ത് നമുക്കാണ്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ ഓരോരുത്തരുടെയും അളവനുസരിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ പരമാവധി നമുക്ക് കൂടുതൽ, അതായത് പലർക്കും
ഇപ്പോൾ സക്കാത്തിൻ്റെ അവകാശി 8 അവകാശികൾ പറഞ്ഞതിൽ പലതും നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതാണ്. ഉള്ളവരിൽ തന്നെ പല അവകാശികളും ഇപ്പോൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഫക്കീറുണ്ട്, മിസ്കീനുണ്ട്, അങ്ങനെ പലർക്കുമായി വിതരണം ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് പല വ്യക്തികളിലേക്കും അത് സ്പ്രെഡ് ചെയ്യിപ്പിക്കുക, കൊടുക്കുക, അങ്ങനെ എത്തിക്കുക. അവർക്ക് ഒരുപാട് പേർക്ക് എത്തുന്ന തരത്തിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഫിത്ർ സക്കാത്തിൽ നിർബന്ധമായി അറിഞ്ഞിരിക്കുക. അതായത് ഫിത്ർ സക്കാത്ത് അധികവും ബാത്തിലാകുന്ന വിഷയം സക്കാത്തിൻ്റെ നെയ്യത്തിൻ്റെ കാര്യത്തിൽ 2 ഫർളാണ്. ഒന്ന് നെയ്യത്ത്, 2 അവകാശികൾക്ക് അത് കൈമാറുക. അതിൽ നെയ്യത്ത് ഒന്നുകിൽ നമ്മൾ അതിന് പ്രത്യേകം ഡിവൈഡ് ചെയ്ത് വയ്ക്കുമല്ലോ. അരി ഇപ്പോൾ നമ്മുടെ വീട്ടിൽ 5 ആളുണ്ട് അല്ലെങ്കിൽ 6 ആളുണ്ട്, ഓരോരുത്തരുടെയും അരി നമ്മൾ വേർതിരിച്ച് വെക്കുമ്പോൾ ഓരോരുത്തരുടെ ഓരോ നെയ്യത്ത് ചേർത്ത് കൊടുക്കുക. ഇത് എൻ്റെ ഫിത്ർ സക്കാത്ത്, ഇതെൻ്റെ മോൻ്റെ, മോളുടെ, ഭാര്യയുടെ, അങ്ങനെ വേർതിരിച്ച് നമ്മൾ നെയ്യത്ത് വെക്കുക. പിന്നെ അത് കൈകാര്യം ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ വക്കാലത്ത് ഏൽപ്പിക്കുകയാണ്, ഏൽപ്പിക്കുന്ന ആളെ നെയ്യത്ത് പറഞ്ഞ് ഏൽപ്പിക്കുക. ഇത് ഇന്നയാളുടെ ഫിത്ർ സക്കാത്താണെന്നുള്ള നെയ്യത്തോട് കൊടുക്കാൻ പറയാം. നെയ്യത്ത് മസ്റ്റാണ്. നെയ്യത്തില്ലെങ്കിൽ ആ സക്കാത്ത് ബാത്തിലായി പോകും. പിന്നെ അവകാശികളിലേക്ക് സാധനം എത്തിക്കുക. ഞാൻ പറഞ്ഞില്ലേ, അവിടെ എവിടെയും കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവകാശികളിൽ കുടുംബക്കാരെ മുന്തിക്കണം, അയൽവക്കത്തെ മുന്തിക്കണം, നാട്ടുകാരെ മുന്തിക്കണം. ആ ഒരു സംവിധാനം കൃത്യമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണം. അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ നമുക്ക് കൃത്യമായിട്ട് നോമ്പിൻ്റെ കൂലി നേടാൻ പറ്റും. ഇനി അവിടെ കിലോയുടെ തൂക്കിൻ്റെ അവസ്ഥ പറഞ്ഞ് തർക്കിച്ച് വെറുതെ സമയം കളയാതെ കഴിവിൻ്റെ പരമാവധി, കൂടിയാലും കുറയല്ലേ അല്ല എന്നല്ലേ നമ്മുടെ നെയ്യത്ത്. എന്തിനാ നമ്മൾ വെറുതെ ഇങ്ങനെ വാശി പിടിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കർമ്മങ്ങളും കൃത്യമായിട്ട് ചെയ്യാനും അതിൻ്റെ കൂലി എല്ലാം നേടാനും അള്ളാഹു നമുക്ക് വലിയ തൗഫീക്ക്, വലിയ സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشرنا بما في